ഓം നമ ശിവായ. നമ്മളിന്ന് പറയുന്നത് മകം നക്ഷത്രത്തിനെ കുറിച്ചാണ്. മകം നക്ഷത്രം എന്ന് പറയുമ്പോൾ അത് ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്രത്തിൽ കാൽ ഇവയാണ് ചിങ്ങക്കൂർ എന്ന് പറയുന്നത്. ഈ ചിങ്ങക്കൂറുകാർ മകം, അശ്വതി മകം മൂലം ഇത് കേതു ദശയിലാണ് ഇവർ ജനിക്കുന്നത്. ആ കേതു ദശ കാലഘട്ടം എന്ന് പറയുമ്പോൾ അവരുടെ ബാല്യകാലഘട്ടമാണ്. 4 വയസ്സ് വരെ ഇവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദോഷങ്ങളും അതുപോലെ തന്നെ അസുഖങ്ങളും എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് ബാല്യകാലം. 4 വയസ്സ് മുതൽ 20 വർഷത്തോളം അഥവാ 24-ാമത്തെ വയസ്സ് വരെ ഇവർക്ക് ശുക്രദശ കാലഘട്ടമാണ്. ആ ശുക്രദശയിൽ ഇവർക്ക് വളരെയധികം സമ്പത്തുക്കൾ വരികയും വിദ്യാഭ്യാസ സൗകര്യങ്ങൾ, ധനം, അതുപോലെ തന്നെ സുഖസൗകര്യങ്ങൾ ഇവയെല്ലാം തന്നെ വന്നു ഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ശുക്രദശ എന്ന് പറയുന്നത്. ആ ശുക്രദശ കഴിഞ്ഞെന്നാൽ പിന്നീട് ആദിത്യദശ കാലഘട്ടമാണ്. 24 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ആദിത്യദശ കാലഘട്ടമാണ്. ഇവർക്ക് യാത്രാക്ലേശങ്ങൾ ഉണ്ടാകും, അധ്വാനം കൂടുതലുണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള വളരെ ക്ലേശങ്ങളൊന്നും തന്നെ ഉണ്ടാകാത്ത ഒരു കാലഘട്ടമായിരിക്കും ഇത്. എന്നാൽ 30 വയസ്സ് മുതൽ 40 വയസ്സ് വരെ സന്താന ഗുണം, അതുപോലെ തന്നെ ബന്ധുഗുണം എന്നിവയെല്ലാം തന്നെ വന്ന് ഭവിക്കും. അത് ചന്ദ്രദിശ കാലഘട്ടമാണ്. 40 വയസ്സ് വരെ ആ ചന്ദ്രദിശ കാലഘട്ടങ്ങളിൽ സന്താന ഗുണം, ബന്ധുഗുണം, വളരെയധികം നല്ല നല്ല സുഹൃത്തുക്കൾ, ജീവിതത്തിലെ നല്ല അനുഭവങ്ങൾ എല്ലാം തന്നെ വന്നു ചേരുന്ന ഒരവസരമാണത്. 40 വയസ്സ് മുതൽ 65 വയസ്സ് വരെ ഉള്ള കാലം, 40 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള കാലം രാഹുർദശ കാലഘട്ടമാണ്. 40 വയസ്സ് മുതൽ 47 വയസ്സ് വരെ കുജദശ കാലഘട്ടമാണ്. പലവിധ മാറ്റങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. ആ മാറ്റങ്ങൾക്കനുസരണമായി ഇവർ നീങ്ങുകയും ഇവർക്ക് അതുകൊണ്ട് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായി വരികയും ചെയ്യും. 47 മുതൽ 65 വയസ്സ് വരെയുള്ള കാലഘട്ടം രാഹുർദശ കാലഘട്ടമാണ്. അതുകൊണ്ട് വളരെയധികം ദോഷങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ അനുഭവിക്കും. എന്നാൽ അതിനെല്ലാം തന്നെ തരണം ചെയ്യുവാനുള്ള കഴിവും സാമർഥ്യവും ഇവർക്കുണ്ടാകും. ആ ദോഷ സമയങ്ങളിലെല്ലാം തന്നെ ഇവർ ചെയ്യേണ്ടത് ദോഷപരിഹാരത്തിനായിട്ട് 1/2 ഗ്രാം ഗോമേതകം രത്നം വാങ്ങി 1 ഗ്രാം സ്വർണ്ണ മോതിരത്തിലാക്കി വലത് കൈയുടെ നടുവിരലിൽ അണിയുക. എന്നിട്ട് രാഹു പൂജയും സർപ്പബലിയും നടത്തിയെന്നാൽ ആ രാഹുർദശ കാലഘട്ടത്തിൽ നിന്നും മാറ്റം സംഭവിക്കുന്നതാണ്. 65 വയസ്സ് മുതൽ 84 വയസ്സ് വരെയുള്ള കാലഘട്ടം ഇവർക്ക് ജീവിതത്തിൽ സന്തോഷപ്രദവും സുഖ സൗകര്യങ്ങളും ധാരാളം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ അവർക്ക് പല നേട്ടങ്ങളും സംഭവിക്കുകയും ഉണ്ടാകും. എന്നാൽ ഇവരുടെ എല്ലാം തന്നെ ജീവിത കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ഇവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ്. മകൻ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ വളരെയധികം ഭാഗ്യശാലികളായിരിക്കും. അവർ തൊടുന്നതെല്ലാം തന്നെ പൊന്നായി മാറുന്ന ഒരു സവിശേഷതയുണ്ടാകും. വളരെയധികം ബുദ്ധിശക്തിയും കാര്യപ്രാപ്തിയും കാര്യശേഷിയും ഉള്ളവരാണ് ഈ മകം നക്ഷത്രക്കാർ. എന്നാൽ വളരെയധികം നേട്ടങ്ങൾ ഇവർ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. സദാചാരനിഷ്ഠയും സത്യസന്ധതയും ഇവരുടെ ഏറ്റവും കൂടിയ നല്ല സ്വഭാവ വിശേഷമാണ്.
ധാരാളം നല്ല സുഹൃത്തുക്കൾ ഇവർക്കുണ്ടാകും. ഇവർ പൊതുവെ അധികം തടിച്ച ശരീര പ്രകൃതിക്കാരല്ല, ഉയരം കുറവുള്ളവരുമായിരിക്കും. ഉറച്ച ഈശ്വരവിശ്വാസികളാണിവർ. ഈശ്വരനിൽ എല്ലാം അർപ്പിക്കുവാൻ തയ്യാറായിരിക്കുന്നവരാണ്. അതുകൊണ്ട് നല്ല മനഃശക്തി ഉണ്ടായിരിക്കും, മനസമാധാനം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ സമചിത്തതയും ഇവർക്ക് ഉണ്ടാകുന്നതാണ്. ഇവർ പുതിയ പുതിയ കാര്യങ്ങൾ തുടങ്ങുകയും അത് പ്രാവർത്തികമാക്കുന്നതിൽ ഇവർ വിജയിക്കുകയും ചെയ്യും. അധ്യാപക ജോലി ഇവർക്ക് ഏറ്റവും കൂടുതൽ നന്മ നൽകുന്നതാണ്. ഉപദേഷ്ടാവ് എന്നുള്ള രീതിയിലും ഇവർ ശോഭിക്കുന്നവരാണ്. ഇവരുടെ സംഭാഷണം മിതമായ സംഭാഷണം ആയിരിക്കും. ആദർശനിഷ്ഠയുള്ളവരാണ്. സ്വന്തം അനുഭവങ്ങളിലൂടെയാണ് ഇവർ മറ്റുള്ളവർക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഉപദേശിച്ച് നൽകുന്നത്. തന്ത്രശാലികളിൽ നിന്നും ചീത്ത വഴികളിൽ നടക്കുന്നവരിൽ നിന്നും ഇവർ അകന്നു നിൽക്കും. എന്നാൽ ശുദ്ധഹൃദയരായിരിക്കും ഇവർ. പലപ്പോഴും ഇവർ കോപിച്ചെന്ന് വരും. എന്നാൽ ആ കോപം പെട്ടെന്ന് തന്നെ ശമിക്കുകയും ചെയ്യും. തികഞ്ഞ ആത്മാർത്ഥതയും സത്യസന്ധതയും ഉള്ളവരാണിവർ. ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ വേണ്ടത്ര വിജയം കണ്ടെത്തുവാൻ ഇവർക്ക് സാധിക്കുകയില്ല. എന്നാൽ ഇവർ ഇച്ഛാശക്തിയുള്ളവരാണ്. അതുപോലെ തന്നെ ഇവർക്ക് കാര്യങ്ങളിൽ ആലോചിച്ചുറച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. ആ കാര്യങ്ങളിൽ നിന്നും ഇവർ പിന്മാറുന്ന രീതി ഉണ്ടായിരിക്കുകയില്ല. എതിർക്കുന്നവരോട് ഇവർ നിർദാക്ഷിണ്യം പെരുമാറുകയും സ്നേഹിക്കുന്നവരോട് വളരെയധികം സഹാനുഭൂതിയും ദയയും എല്ലാം, അതുപോലെ തന്നെ എന്ത് ത്യാഗവും അവർക്ക് വേണ്ടി സഹിക്കുവാനും ഇവർ സന്നദ്ധരായിരിക്കും. വിവാഹ ജീവിതത്തിൽ പൊതുവെ ഇവർ സന്തോഷപ്രദമായിരിക്കുമെങ്കിലും ചെറിയ ചെറിയ അസ്വാരസ്യങ്ങളും അസ്വസ്ഥതകളുമെല്ലാം തന്നെ വന്നു ചേരുവാനിടയുണ്ട്. മകം നക്ഷത്രത്തിൽപ്പെടുന്ന സ്ത്രീകൾ ഭർത്തൃപരിചരണത്തിൽ വളരെയധികം താല്പര്യമുള്ളവരായിരിക്കും. ഇവരുടെ ഇപ്പോഴത്തെ സ്ഥിതിവിശേഷമെന്ന് പറയുന്നത് 7-ൽ ശുക്രനും ശനിയും നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് പലവിധ സമ്പത്തുക്കളും ധനവും അതുപോലെ തന്നെ രത്നാദികളും ഇവർക്ക് വന്നു ചേരുകയുണ്ടാകും. കീർത്തിമാനാകും. എന്നാൽ 10ാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് ഇവരുടെ. അതുകൊണ്ട് ഇവർ വളരെയധികം ബുദ്ധിശാലികളും അതുപോലെ തന്നെ എല്ലാ ഉപായങ്ങളും പ്രയോഗിച്ച് ഇവർ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാമർഥ്യമുള്ളവരായിട്ട് കണക്കാക്കാം. ഇവർക്ക് ഏറ്റവും സമൃദ്ധിയും സുഖഭോഗങ്ങളും സുഖസൗകര്യങ്ങളുമെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണിത്. ഇത് കർമ്മ സാമർഥ്യവും അതുപോലെ തന്നെ പ്രഭുത്വവും ഉണ്ടാകുന്നൊരു കാലഘട്ടമാണ്. ധനസമ്പത്തുക്കൾ ധാരാളം കിട്ടുന്നൊരു കാലഘട്ടമാണിത്. എന്നാൽ 12-ൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ കണ്ണിന് ചെറിയ അസുഖങ്ങൾ സംഭവിക്കുവാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ പലവിധമായിട്ടുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ജീവിതത്തിൽ ചെറിയ പരാജയങ്ങൾ ഇവർ അഭിമുഖീകരിക്കേണ്ടി വരും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവരുടെ ബുദ്ധിമുട്ടുകളെയും കഷ്ടപ്പാടുകളെയും ദുരിതങ്ങളെയും ദുഃഖങ്ങളെയും എല്ലാം തന്നെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ഇവർ എന്തെല്ലാമാണ് ചെയ്യേണ്ടത്? ഇവരുടെ ദേവത എന്ന് പറയുന്നത് പിതൃക്കളാണ്. ഓം പിതൃഭ്യോ നമഃ എന്ന മന്ത്രം ഇവർ നിത്യവും ചൊല്ലേണ്ടതാണ്. 108 തവണ ദിവസവും ചൊല്ലേണ്ടതാണ്. ഒന്നിലധികം സ്ഥലത്ത് ഇവർ മാറി മാറി താമസിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ ഇവർ മകവും ഞായറാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ആദിത്യ പൂജ നടത്തുന്നത്
ഗുണകരമായിരിക്കും. അതുകൂടാതെ ഇവർ ജന്മനാളുകളിൽ ഗണപതി ഹോമം നടത്തുന്നതും ഇവർക്ക് ഗുണകരമായിരിക്കും. ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്ന ഒരു കാലമായിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നാം പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരോടും നന്ദി, നമസ്കാരം.